ഞാൻ ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം, അടുത്ത കളി പോർച്ചുഗൽ വേഴ്സസ് സ്പെയിനാണ്. ഇത് ആർക്ക് മുൻതൂക്കം? നമുക്ക് പിന്നെ പ്രിവ്യൂ കളിയുടെ അന്ന് ചെയ്യാം. എന്നാലും ഒരു ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയുമല്ലോ, എന്ത് പറയുന്നു? മുൻതൂക്കം സ്പെയിന് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് വളരെ ഒരു കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഗോൾ വഴങ്ങിയിട്ടില്ല. അതെ അതെ, അതാണ് ഒറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല സ്പെയിൻ എന്നുള്ള ഇനിഷ്യത്തില്. അപ്പൊ അത് മാത്രമല്ല, വേറെ റെക്കോർഡാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഷൂട്ട് ഔട്ട് കൂടാതെയുള്ള മത്സരങ്ങളിൽ 35 മത്സരങ്ങൾ അൺബീറ്റൺ ആണ് സ്പെയിൻ. അതായത് റെഗുലർ മത്സരങ്ങൾ തോറ്റിട്ടില്ല എന്നർത്ഥം. തോറ്റിട്ടില്ല, ഡ്രോയോ വിജയങ്ങളോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തോറ്റിട്ടുണ്ടെന്നെങ്കിൽ ഷൂട്ട് ഔട്ടിൽ മാത്രമേ 35-36. അതെ അതെ, അങ്ങനെ തോറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ 2010 വേൾഡ് കപ്പ്, പിന്നെ അതേപോലെ 2008 യൂറോ കപ്പൊക്കെ ഒരു ടൈമിൽ 2008 മുതൽ 2012-15 കാലഘട്ടം എന്ന് പറഞ്ഞ സ്പെയിനിന്റെ ഒരു ഡോമിനൻസ് ആയിരുന്നു. യൂറോപ്പ് വേൾഡ് ഫുട്ബോളിൽ അവരുടെ ഡോമിനൻസ് ആയിരുന്നു. ആ സമയത്ത് ഒരു നിറച്ച് ഗോളുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം ഗോളുകൾ വഴങ്ങാതെ, എന്നാൽ കൂടുതൽ ഗോളുകൾ അടിക്കാതെ അടിച്ച മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേൾഡ് കപ്പിലൊന്നും അധികം കൂടുതൽ ഗോളുകളൊന്നും സ്കോർ ചെയ്തിട്ടല്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, സ്പെയിനിന് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. ഒരുപാട് മത്സര അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഇതിലേക്ക് വരുമ്പോൾ നിലവിൽ കുറച്ചെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് സ്പെയിനിനാണെന്നുള്ള. ഇപ്പം ഇന്നലെ ഓസ്ട്രിയയുടെ കളിയിലൊക്കെ ഒരു സമഗ്ര ആധിപത്യം. അപ്പൊ അവർക്ക് ഒരു ഗോൾ പോലും ഓസ്ട്രിയക്ക് ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് പോലും 0 ആണ്. അപ്പം സാറ് പറഞ്ഞ ആ കാലം 2013 വരെ അവരടക്കി ഭരിച്ചൊരു സമയമുണ്ട്. 2013 കോൺഫെഡറേഷൻ കപ്പിൽ നെയ്മർ ജൂനിയറാണ് സ്പെയിനിൻ്റെ ആ ഒരു ആധിപത്യം അങ്ങ് തീർത്തു കൊടുക്കുന്ന ആദ്യമായിട്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 2014 വേൾഡ് കപ്പിലും അവർ തകർന്നടിയുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും സ്പെയിന് കരുത്താർജിച്ചിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്താണ് ഈ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം വരുന്നത്. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരം പോർച്ചുഗൽ സ്പെയിനെ പരാജയപ്പെടുത്തി കിരീടം ചൂടി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും 2-2 സമനിലയാണ്. അത് കഴിഞ്ഞ് ഷൂട്ട് ഔട്ടിലാണ് പോർച്ചുഗൽ ആ കിരീടം ചൂടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കളിയെക്കുറിച്ച് ആ സമയത്ത് വിശദമായിട്ട് പറയാൻ തോന്നുന്നു. എങ്കിലും ക്രിസ്ത്യാനോക്ക് ഈ കളി വിജയിക്കണം, മുന്നോട്ട് പോകണം. അപ്പുറത്ത് ലെമീൻ യമാൽ. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 41 വയസ്സുകാരനായിട്ടുള്ള ഫുട്ബോളിൻ്റെ ഐക്കണും ഫുട്ബോളിൻ്റെ ഭാവി എന്ന് പറയാവുന്ന ഒരു പയ്യനും തമ്മിലുള്ള പോരാട്ടമാണ്. ആ തലത്തിൽ എങ്ങനെ കാണുന്നു അതിനെ? അതിപ്പോൾ നമ്മൾ പിന്നെ ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇന്നത്തെ കളിയിൽ വലിയ വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. ആ ഒരു പെനാൽറ്റി ഗോള് എന്നുള്ളതാണ്. പിന്നെ പക്ഷെ അത് മാത്രമല്ല, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനോയുടെ ബോഡി ലാംഗ്വേജ്, ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ എന്തൊക്കെയോ ഒരു വിഷയം പോലെ തോന്നുന്നുണ്ട്. എന്നാലും അത് ഓവറാക്കിയില്ല. ചിലപ്പോൾ ഓവറാക്കാറുണ്ട്, അത് ഓവറായിട്ടില്ല. അദ്ദേഹം പോയിട്ട് റോബർട്ട് മാർട്ടിൻസ് കൈ കൊടുത്തു, ബാക്കിയെല്ലാവരും കൈ കൊടുത്തു ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു ആക്സെപ്റ്റൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. എനിവേ പിന്നിപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ 2 ജനറേഷൻ യുവേഫ നാഷൻസ് ലീഗിൽ ഇതേപോലെ തന്നെ അവർ നേരിട്ടതായിരുന്നു. അന്ന് പോർച്ചുഗൽ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം ഇനി ഒന്നുകൂടി ഒരു മുഖാമുഖം കാണാനുള്ള ഒരവസരമാണ്. അത് എങ്ങനെയാണ് ലാമിൻ യമാൽ നിലവിലിപ്പോ ഒന്നുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. ഇന്നിപ്പോ 16 വയസ്സുകാരനാണ്, 18 വയസ്സായി. കൂടുതൽ മത്സര പരിചയങ്ങളുണ്ട്. ബാഴ്സലോണയിലായിരുന്നാലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ മത്സരങ്ങളിലൊക്കെ കൂടുതലായിട്ട് മത്സര പരിചയം വന്നു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി കോൺഫിഡൻസോടുകൂടി കളിക്കാൻ അതേപോലുള്ള നെർവസ് ആയിട്ടുള്ള ഒരു ബാലൻ ആയിരിക്കില്ല ലാമിൻ യമാൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ കളിയെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്തായാലും പോർച്ചുഗീസ് ആരാധകർ വളരെ സന്തോഷത്തിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കൗട്ടിലെ തന്റെ ആദ്യ ഗോളും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നാലെ ഗോളുകൾ ഇങ്ങ് വരും എന്ന് വിചാരിക്കും. ക്രിസ്ത്യാനോ പറയാറുണ്ട് ഈ കെച്ചപ്പ് ബോട്ടിൽ പോലെയാണ്. അതിങ്ങനെ നമ്മൾ കെച്ചപ്പ് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ വരാനൊരു മടിയായിരിക്കും. തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് വീഴും. അതുപോലെ ഗോൾ ഒരുമിച്ച് അങ്ങ് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.